പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നത് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെയാണ്. 21 വർഷം നീണ്ട പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് മാധ്യമപ്രവർത്തകൻ ബിൻസാൽ അബ്ദുൽ ഖാദർ UAE-യിൽ നിന്ന് മടങ്ങുകയാണ്. റേഡിയോ ഏഷ്യ മുതൽ ഗൾഫ് ന്യൂസ് തുടങ്ങി പിന്നീട് UAE-യുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാമിൽ വരെ ജോലി ചെയ്യാൻ അവസരം ലഭിച്ച ഒരു മലയാളിയാണ് അദ്ദേഹം. നിരവധി രാഷ്ട്ര നേതാക്കളെ അഭിമുഖം നടത്താനുള്ള അവസരം ലഭിച്ച മലയാളി മാധ്യമപ്രവർത്തകൻ. ഇത്രയും കാലത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇടയിൽ എത്ര രാഷ്ട്ര നേതാക്കളെ അഭിമുഖം നടത്താനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവും? ഏതാണ്ട് 30-ലധികം രാഷ്ട്ര നേതാക്കളെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, മുൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പിന്നെ ബ്രസീൽ പ്രസിഡൻ്റായിരുന്ന ജെയർ ബോൾസൊനാറോ, ലബനീസ് പ്രധാനമന്ത്രിയായിരുന്ന സാദ് ഹരീരി, പിന്നെ കനേഡിയൻ ഗവർണർ ജനറൽ മേരി സൈമൺ, ന്യൂസിലാൻഡിൻ്റെ ഗവർണർ ജനറൽ, അങ്ങനെ നിരവധി പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും എല്ലാം ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും അഭിമുഖങ്ങൾ നടത്തിയാൽ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അഭിമുഖം ആരുമായിട്ടുള്ളതാണ്? ഒരുപാടുണ്ട്. എന്നാലും പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നത് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെയാണ്. അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന രീതി ഇപ്പോഴും ഞാൻ ഓർക്കും. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഫോട്ടോഗ്രാഫറായിട്ടുണ്ടായിരുന്നത് മലയാളിയായിരുന്ന, അന്ന് ഗൾഫ് ന്യൂസിലാണ് ജോലി ചെയ്യുന്നത്. ഗൾഫ് ന്യൂസിൽ സീനിയർ ഫോട്ടോഗ്രാഫറായിരുന്ന MK അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന, ഞങ്ങൾ അബ്ദുറഹ്മാനൊക്കെ എന്ന സ്നേഹത്തോടെ പറയുന്ന അദ്ദേഹമായിരുന്നു. ഈ അടുത്ത കാലത്ത് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റാണ്. ഒരുപാട് പടങ്ങളെടുക്കും. പ്രത്യേകിച്ച് പ്രസിഡന്റ് പ്രധാനമന്ത്രിയൊക്കെയാണെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ ഇദ്ദേഹം നിന്നും ഇരുന്നും കിടന്നും ഒക്കെ ഇങ്ങനെ APJയുടെ ഒരുപാട് ആംഗിളുള്ള ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പറയുന്നതിലാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഞാനിത് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഇത് ശ്രദ്ധിക്കുന്നില്ലാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഉക്കാരിങ്കോ, തമിഴിലാണ്, ഹൃദയത്തിൽ നിന്ന് വരികയാണ്. കാരണം അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്, ഇദ്ദേഹം ഇനി ഇന്നും കിടന്നും ചെരിഞ്ഞൊക്കെ ഫോട്ടോ എടുക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിന് തന്നെ തോന്നി എന്തിനായി മനുഷ്യ ഇത്ര കഷ്ടപ്പെടുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ അബ്ദുറഹ്മാനൊക്കെ പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് ആര് പറഞ്ഞാലും നിർത്തൂല. പക്ഷേ APJ തമിഴിൽ ഇത്രയും സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഒരനുസരണമുള്ള കുട്ടിയുടെ പോലെ അദ്ദേഹം ക്യാമറയൊക്കെ എടുത്തു വെച്ച് അദ്ദേഹം നീട്ടിക്കൊടുത്ത കസേരയിലിരുന്ന് പിന്നീട് അദ്ദേഹം പറയുന്നത് ശാന്തമായിട്ടിരുന്ന് കേട്ടു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ നമ്മൾ സൈബർ വാർഫെയറിനെ കുറിച്ച് പറയുന്നത്. അതായത് കൺവെൻഷണൽ യുദ്ധങ്ങളല്ല ഇനി ഉണ്ടാവാൻ പോകുന്നത്, സൈബർ യുദ്ധമായിരിക്കും. അപ്പോൾ ഇത് അന്ന് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഏതാണ്ട് 2 പതിറ്റാണ്ട് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു. പിന്നെ ഷിനോജ് ഹൃദയത്തിൽ തുടർന്ന അനുഭവം എന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്ന് ഓർമ്മ വരുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീനയുമായിട്ടുള്ള ഇൻ്റർവ്യൂവാണ്. അവരെ 2 തവണ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, 2004-ലും 2018-ലും. അപ്പോൾ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം ഇറ്റ് വാസ് എ ലോങ് ഇൻ്റർവ്യൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സാധാരണ രീതിയിൽ ഇവർക്കൊക്കെ സമയമുണ്ടെങ്കിൽ നമ്മളൊപ്പം കുറച്ച് സമയം സംസാരിക്കും പേഴ്സണലായിട്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇൻ്റർവ്യൂവിന് ശേഷം അപ്പോൾ അവർ ചോദിക്കുന്നു എവിടെയാണ്, ഇന്ത്യയിൽ എവിടെയാണ്, മലയാളിയാണെന്ന് പറയുന്നു, കുടുംബത്തിനെ കുറിച്ച് ചോദിക്കുന്നു, അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കേണ്ടതിൽ പെട്ടെന്ന് ഇവർ തിരിഞ്ഞിട്ട് കുക്കടു അങ്ങനെ ഒരു വാക്ക് പറയണം. ഞാൻ എനിക്ക് മനസ്സിലായില്ല. നോക്കിയപ്പോൾ അവരെ കുടുംബം ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ അവരുടെ മോനെ ഷെയ്ഖ് ഹസീനയുടെ പേരക്കുട്ടിനെയും എടുത്തുകൊണ്ട് ഈ റൂമിലേക്ക് കടന്നു വന്നതാണ്. ഈ കടന്നു വന്നപ്പോൾ ഈ പേരക്കുട്ടിനെ കണ്ടപ്പോൾ പ്രധാനമന്ത്രി ഒറ്റയടിക്ക് ഗ്രാൻഡ് മദറായി മാറി. പിന്നെ നേരെ എടുത്ത് കുട്ടിനെ വാരിയെടുത്തു, എനിക്ക് പരിചയപ്പെടുത്തി, എൻ്റെ മോൻ്റെ കുട്ടിയാണ്, അവൻ്റെ പേര് ഇതാണ്, അവനിപ്പോൾ 4 വയസ്സാണ്. എന്നിട്ട് അവരെ തലൊടിക്കാൻ തുടങ്ങി. അപ്പോൾ അതുവരെ റീജിയണൽ കാര്യങ്ങളും അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി ഒറ്റയടിക്കൊരു ഗ്രാൻഡ് മദറായി മാറുന്ന ആ കാഴ്ച മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു. അപ്പം അന്ന് എൻ്റെ കൂടെ മലയാളിയായിട്ടുള്ള ഫോട്ടോഗ്രാഫർ അഹമ്മദ് കുട്ടി ആയിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുത്തു. ഈ പ്രധാനമന്ത്രി കുട്ടിയെയും കൊഞ്ചിച്ചിരിക്കുന്ന ആ ഫോട്ടോസ് എടുക്കുകയും അത് ഞങ്ങൾ ഗൾഫ് ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരുന്നു. 21 വർഷം പയറ്റിത്തെളിഞ്ഞ ഒരു മേഖലയിൽ നിന്ന് നിയമത്തിൻ്റെ മേഖലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സാധാരണ എല്ലാവരും പറയും, പലരും ജൂനിയറായിട്ട് തന്നെ വർഷങ്ങളോളം പ്രയത്നിച്ചതിന് ശേഷം ഉയർന്നു വരാൻ കഴിയുന്ന ഒരു മേഖലയാണ് നിയമമേഖല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഈ ഒരു കൈ നോക്കാൻ പോകുമ്പോൾ എന്താണ് കൈമുതലായിട്ടുള്ളത്? ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി LLB പഠിച്ച ആളാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇന്ന് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും മുതിർന്ന അഭിഭാഷകരാണ്. അപ്പോൾ അവരെപ്പോഴും എന്നോട് പറയുമായിരുന്നു, whenever you want to come back you can. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ MR ഹരിരാജ്,
അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ ഹരിയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ഹരി പറഞ്ഞു യു കം ആൻഡ് ജോയിൻ മൈ ഓഫീസ്. അപ്പോൾ അതുപോലുള്ള സുഹൃത്തുക്കൾ തന്ന സപ്പോർട്ടാണ് അതിലേക്ക് തിരിയാനുള്ള കാരണം. ഇപ്പോൾ 21 വർഷത്തെ മാധ്യമ പ്രവർത്തന ജീവിതം UAE-ൽ എന്തൊക്കെ മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് UAE-യുടെ കാര്യത്തിലും മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും? UAE-യുടെ കാര്യത്തിൽ 70കളിലും 80കളിലൊക്കെ ഒരു ചെറിയ ഷേക്ക് ഡോം എന്ന് മാത്രം അറിഞ്ഞിരുന്ന, ലോകത്ത് ആളുകൾ വിചാരിച്ചിരുന്ന ഒരു രാജ്യം ഇന്ന് അന്താരാഷ്ട്ര തലത്തിലൊരു മേജർ പ്ലെയർ ആയി മാറി എന്നുള്ളതാണ് ഒരു പ്രധാന മാറ്റം. മാധ്യമ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ന്യൂസ് മീഡിയ ഈസ് ഇൻ ക്രൈസിസ്. വാർത്താ മാധ്യമങ്ങൾ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ഡിസ്ട്രപ്ഷൻ. ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയ ഒരു മാറ്റമുണ്ട് ഇതിൽ. അതായത് നമ്മൾ മുമ്പ് അധികം പേരും പത്രം വായിച്ചാണ് വാർത്ത വായിച്ചിരുന്നെങ്കിൽ ഇന്നത് സ്മാർട്ട് ഫോൺ വായിച്ചിട്ടാണ്, സ്മാർട്ട് ഫോൺ വഴിയാണ് നമ്മൾ പത്രം വായിക്കുന്നത്. പക്ഷേ ഈ ഷിഫ്റ്റ് നടന്നപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ പ്രിൻ്റ് കാശ് കൊടുത്ത് വായിക്കുന്നത് പതുക്കെ നിർത്തി തുടങ്ങുന്നു, കാശ് പേ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഇതിലേക്ക് മാറി ഇതിൽ നിന്നും അപ്പോൾ സംതിങ് ഈസ് ഹാപ്പനിങ്. അവിടെയും വരുമാനമുണ്ട്, പക്ഷേ അവിടുത്തെ വരുമാനം ഉണ്ടാക്കുന്നത് ബിഗ് ടെക്കാണ്. പ്രത്യേകിച്ചും ഫേസ്ബുക്കും ഗൂഗിളും തുടങ്ങിയിട്ടുള്ള വൻകിട കമ്പനികളാണ് ഈ വാർത്താ മാധ്യമങ്ങൾ നിർമ്മിക്കുന്ന വാർത്ത കൊണ്ട് അതിൻ്റെ റവന്യൂ ഉണ്ടാക്കുന്നത് അവരാണ്. ഈ ടെക്നോളജിക്കൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കിയപ്പോൾ ഫിനാൻഷ്യലി അങ്ങനെ ഒരു ഡിസ്ട്രപ്ഷൻ വന്നില്ല. അതായത് ഈ റവന്യൂ ഷെയർ ചെയ്യാനുള്ള ഒരു ഫോർമുല വന്നില്ല. ഞാനതിന് കാരണമായിട്ട് കാണുന്നത് മാധ്യമങ്ങളെ തന്നെയാണ് ഞാനതിനെ കുറ്റപ്പെടുത്തുക. കാരണം ഈ മാറ്റങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കാൻ മാധ്യമങ്ങൾ പരാജയപ്പെട്ടു. 2, ഈ മാറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അതിനനുസരിച്ച് അന്താരാഷ്ട്രത്തിൽ ലോബിയിങ് നടത്തി ഈ ബിഗ് ടെക്കിന്, ഈ വലിയ കമ്പനികളിൽ നിന്ന് നമ്മളുടെ കണ്ടൻറ്റ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്ന അവരിൽ നിന്ന് ഈ വരുമാനം ഷെയർ ചെയ്തെടുക്കാനുള്ള റെഗുലേഷൻസ് വരുത്താനുള്ള ക്യാമ്പയിൻ നടത്തുന്നതിലും മാധ്യമങ്ങൾ പരാജയപ്പെട്ടു. ഇപ്പോൾ ബിൻസാൽ പറഞ്ഞു വരുന്നത് ഇതായതുകൊണ്ട് കർഷകരുടെ ഒരു അവസ്ഥ പറഞ്ഞതുപോലെയാണ്. അതായത് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ മൂല്യം അവർക്ക് കിട്ടുന്നില്ല, പക്ഷേ ഇടനിലക്കാരൊക്കെ അതിൻ്റെ ലാഭം കൊയ്യുന്നു എന്നുള്ള നിലയ്ക്കാണ്. ഇതിന് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമങ്ങൾ വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഓസ്ട്രേലിയയാണ് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു നിയമം വരുന്നത് 2021. അതിനുശേഷം ഓസ്ട്രേലിയയിൽ അടച്ചുപൂട്ടലിൻ്റെ വക്കിലുണ്ടായിരുന്ന പല പത്രങ്ങളും രക്ഷപ്പെട്ടു. കാരണം ഈ ബിഗ് ടെക്സ് മില്യൺസ് ഓഫ് ഓസ്ട്രേലിയൻ ഡോളർ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഷെയർ ചെയ്യേണ്ടതു. അതിനുശേഷം രണ്ടാമതൊരു രാജ്യത്ത് അങ്ങനെ ഒരു നിയമം വന്നത് കാനഡയിലാണ് 2023. അതിനുശേഷം 2023 കാനഡയിലും ഈ ന്യൂസ് മീഡിയ ഓർഗനൈസേഷൻ്റെ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നീട് യൂറോപ്യൻ യൂണിയൻ, മൂന്നാമതായിട്ട് വന്ന യൂറോപ്യൻ യൂണിയൻ ആണ്. അവർ ഈ നിയമം പാസ്സാക്കി ഈ വർഷമാണത് നിലവിൽ വരുന്നത്. പിന്നെ അമേരിക്കയിൽ കാലിഫോർണിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ മാത്രമാണ് ഇതുവരെ ഈ നിയമം വന്നിട്ടുള്ളത്. അമേരിക്ക മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 11.9 to 13.9 ബില്യൺ ഡോളർ, ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 1,00,000 കോടിയിൽ പരം രൂപ ഓരോ വർഷവും ഈ ഗൂഗിളും മെറ്റയും മാത്രം ന്യൂസ് കണ്ടൻറ്റിൽ നിന്ന് മാത്രം ഒരു വരുമാനം ഉണ്ടാക്കുന്നതാണ്. അതിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് അവർ ഈ ന്യൂസ് ഓർഗനൈസേഷനായിട്ട് ന്യൂസ് മീഡിയയുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു റെഗുലേഷൻ അന്താരാഷ്ട്ര തലത്തിൽ ഒരു 10-15 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ, എല്ലാ രാജ്യങ്ങളിലും വന്നിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് പ്രധാനപ്പെട്ട മേജർ മീഡിയ ത്രൈവ് ചെയ്യുന്ന രാജ്യങ്ങളിലെങ്കിലും വന്നിരുന്നെങ്കിൽ ന്യൂസ് മീഡിയ രക്ഷപ്പെടുമായിരുന്നു. ഇന്ത്യയിൽ അത്തരമൊരു നിയമത്തെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു നിയമമാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ വർഷം ഒരു മിനിസ്റ്റീരിയൽ കമ്മിറ്റി, ഒരു ഇൻ്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി ഇങ്ങനൊരു പ്രപ്പോസൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതൊരു ചർച്ചയുടെ നിലയിൽ മാത്രം നിൽക്കണം. ഇനി പ്രേക്ഷകർക്കായിട്ട് ഇപ്പോൾ എറണാകുളത്തേക്കാണ് പ്രവർത്തന മേഖല മാറുന്നത്. ശരിക്കും നാട്ടിൽ എവിടെയാണ്? കുടുംബം ആരൊക്കെ? സ്വദേശം കയ്പമംഗലമാണ്, തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലമാണ്. വീട്ടിൽ ഉപ്പ അബ്ദുൽ ഖാദർ, ഉമ്മ ഷാഹിദ, 3 കൊല്ലം മുമ്പ് മരിച്ചുപോയി. പെങ്ങൾ ബിൻസി, സഹോദരൻ ബിയാസ് അബ്ദുൽ ഖാദർ സിനിമ ഫീൽഡിൽ എഡിറ്ററാണ്. സുഡാനി ഫ്രം നൈജീരിയ, മഞ്ഞമ്മൽ ബോയ്സ് തുടങ്ങിയ പടങ്ങളുടെയൊക്കെ എഡിറ്റിങ്ങിൽ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ഭാര്യ ഷിനു, 3 മക്കൾ, അൽഹാൻ, അഹാന, ആലാബ്. അവരിപ്പോൾ എറണാകുളത്ത് സ്കൂളിൽ ചേർന്നു. കാക്കനാട് ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഇനി എറണാകുളത്ത് ഇരിക്കുന്നുണ്ടായിരിക്കുക, ഇടയ്ക്ക് ഡൽഹിയിലും ഉണ്ടാവും. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് എന്തായാലും എക്സ്ക്ലൂസീവുകൾ കയ്യിലുണ്ടാവും. എന്തൊക്കെ എക്സ്ക്ലൂസീവുകളാണ് ഓർമ്മിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചോളം പല എക്സ്ക്ലൂസീവ് വാർത്തകൾ ബിൻസാലിൻ്റേതായിട്ട് വന്നത് ഓർക്കുന്നുണ്ട്. എപ്പോഴും ഓർമ്മയിലുള്ളൊരു എക്സ്ക്ലൂസീവ് ഉണ്ട്? ഒരുപാട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് ന്യൂസിലുള്ളപ്പോൾ ഞങ്ങളുടെ പ്രത്യേക ഒരു പോളിസി തന്നെ പ്രധാനമായിട്ടും എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു.
അതിൽ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എമിറസ് ID ആദ്യമായിട്ട് UAE ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെഗുലേഷൻസും റെഗുലറായിട്ട് നിരന്തരമായിട്ട് എക്സ്ക്ലൂസീവ് സ്റ്റോറീസായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു ഓർക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഹെഡുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അദ്ദേഹം ദിവസം മുഴുവൻ നല്ല തിരക്കായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും രാത്രി അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിക്കുകയും അത് വളരെ വിശദമായിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിറ്റേ ദിവസം അത് എക്സ്ക്ലൂസീവ് സ്റ്റോറി ആയിട്ട് കൊടുക്കാനും പറ്റുന്നൊരു സാഹചര്യം. ഇപ്പോൾ നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് എമിറേറ്റ്സ് ID. അതിങ്ങനെ വരാൻ പോകുന്നു എന്നുള്ള ലോകത്തോട് പറഞ്ഞത് ബിൻസാലായിരുന്നു ചുരുക്കം. എന്തായാലും നിയമ മേഖലയിലും അത്തരം വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.